ഇപ്പോൾ നടൻ സലീം കുമാർ പറവൂർ വടക്കേക്കര സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കുടുംബത്തോടൊപ്പം എന്നാണ് എത്തിയത്. സലീം കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. നമുക്ക് അതിലേക്ക് പോകാം. വേണ്ട വേണ്ട എന്തോ ഒരു മിനിറ്റ് കഥ പോയിട്ടില്ല. ഒറ്റ മിനിറ്റ് ചില ശാരീരിക പ്രയാസങ്ങളുള്ള ആളാണ്. പ്രതികരിക്കാൻ തയ്യാറാണ്. അതെ, മകനും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ ഒപ്പം തീർച്ചയായും അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം കുടുംബത്തോടൊപ്പം എത്തിയാണ് വോട്ട് ചെയ്തത്. പറവൂർ വടക്കേക്കരയിലെ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബൂത്ത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നാൽ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ പറവൂരിലെത്തി വോട്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും സമീപകാലത്തെ പ്രസ്താവനകളും ഒക്കെ നമുക്കറിയാം. അദ്ദേഹം പരസ്യമായി തന്നെ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നയാളാണ്. അദ്ദേഹം സംസാരിക്കുന്നു. നമുക്കതിലേക്ക് പോകാം. വോട്ട് ചെയ്തു. ഞാൻ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. വൈറൽ ഫീവർ അടിച്ചിട്ട് ആകെ തകർന്നിരിക്കുകയായിരുന്നു. വേഗം ഹോസ്പിറ്റലിൽ പോയി. ഇന്നലെ പോയതാണ്, ഇന്നിപ്പോൾ വന്നുള്ളൂ. അപ്പോൾ വളരെ സന്തോഷം. വേറെന്താ പറയാനുള്ളത്? ഇനി അല്ല, മാറ്റമൊന്നും ഉണ്ടാവില്ല. കേരളത്തിന് മാറ്റം ഉണ്ടാവും. അതെ, പറവൂര് ഒരിക്കലും ഉണ്ടാവില്ല മാറ്റം. എന്തൊക്കെ സംഭവിച്ചാലും ശരി. ശിക്ഷൻ ജയിക്കണമല്ലോ. ജയിക്കാനാണല്ലോ കൊണ്ട് പാലക്കാട് നിർത്തിയേക്കണത്. ജയിക്കണം. കേരളത്തിൽ എല്ലായിടത്തും നല്ല പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല പോളിംഗ്. അത് ആൾക്കാരെന്തോ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ്, ആളുകൾ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് 4-ാം തീയതി അറിയാനേ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാൽ ശരി. അപ്പോൾ ആളുകൾ അല്ല, അങ്ങനെയല്ലേ വരുള്ളൂ, അങ്ങനെയല്ലേ ആവാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ ഇത്ര ദിവസത്തെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഇന്ന് അവർ വിധി എഴുതുകയാണ്. ഇനി അത് വിധി പ്രഖ്യാപിക്കുന്നത് മെയ് 4-ാം തീയതി പ്രഖ്യാപിക്കും. നമ്മളെന്തൊക്കെ പറഞ്ഞാലും ശരി. എനിക്ക് ഭൂരിപക്ഷം കണ്ടിട്ട് ഇത് ആളുകളുടെ പോളിംഗ് ഇത് കണ്ടിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ് തോന്നുന്നത്. ഓക്കെ. സലീം കുമാർ സംസാരിക്കുകയാണ്. കേരളത്തിൽ മാറ്റം ഉണ്ടാവും, പക്ഷെ പറവൂരിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കമന്റ്.